ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രൈസ്റ്റ് വിദ്യാനികേതൻ +2 ഫസ്റ്റ് മിഡ് ടേം ജൂലൈ 2026. ടോട്ടൽ മാർക്സ് 30 മാർക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് P of A equal to 3/10 and P of B equal to 2/5 and P of A union B equal to 3/5, then P of A by B plus P of B by A equals എന്താണെന്നാണ് കാണേണ്ടത്. P of A യൂണിയൻ B എന്താണ്? P of A പ്ലസ് P of B മൈനസ് P of A ഇൻ്റർസെക്ഷൻ B. നമുക്ക് അതിൽ നിന്ന് P of A ഇൻ്റർസെക്ഷൻ B കിട്ടും. P of A പ്ലസ് P of B മൈനസ് P of A യൂണിയൻ B. That is equal to 3/10 plus 2/5 minus 3/5. That is equal to 1/10. Now നമുക്ക് എന്ത് കിട്ടണം? കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് നമുക്ക് കിട്ടേണ്ടത്. P of A by B യും P of B by A യും. P of A by B, A by B equal to P of A intersection B by P of B. P of B by A equal to P of A intersection B by P of A ആണ്. P of B by A എന്തായിരിക്കും? P of A intersection B നമുക്കറിയാം 1/10 ആണ്. P of A നമുക്കറിയാം 3/10 ആണ്. P of B by A equal to 1/10 divided by 3/10. That is equal to 1/10 into 10/3. That is equal to 1/3. അടുത്തത് P of A by B 1/10 divided by 2/5. That is equal to 1/4. രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ആൻസറായി 7/12. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1: മെട്രിക്സ് 0 -1 2 1 0 3 -2 -3 0 is a diagonal matrix. Statement 2 തന്നിട്ടുണ്ട്. The matrix 0 Q -R -Q 0 S R -S 0 is a skew symmetric matrix. Which all statements are true? നമുക്ക് പറയാൻ പറ്റും. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1 നോക്കാം. മെട്രിക്സ് തന്നിട്ടുണ്ട്. അതൊരു ഡയഗണൽ മെട്രിക്സ് ആണെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1 പറയുന്നത്. പക്ഷേ എന്താണ് ഡയഗണൽ മെട്രിക്സിൻ്റെ ഡെഫിനേഷൻ? എന്താണ് ഡയഗണൽ മെട്രിക്സ്? ഓൾ ഇറ്റ്സ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കണം. ഇവിടെ നോൺ ഡയഗണലായിട്ടുള്ള എലമെൻറ്റ്സ് 0 അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഡയഗണൽ മെട്രിക്സ് അല്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1 അത് ഫോൾസ് ആണ്. നൗ സെക്കൻഡ് മെട്രിക്സ് A ഈക്വൽ ടു മെട്രിക്സ് 0 Q -R -Q 0 S R -S 0. ഇത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്നാണ് പറയേണ്ടത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നോക്കണമെങ്കിൽ A എന്നുള്ളത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. എങ്ങനെ നോക്കും? എയുടെ ട്രാൻസ്പോസ് എടുക്കാം. എയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ കോളംസും റോസും ഇൻ്റർചേഞ്ച് ചെയ്യാം. A ട്രാൻസ്പോസ് -A തന്നെ കിട്ടി. A ട്രാൻസ്പോസ് ഈക്വൽ ടു -A ആയതുകൊണ്ട് A സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, അസർഷൻ A തന്നിട്ടുണ്ട്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ f from n to n defined by f of x equal to greatest integer function of x is 1 to 1. റീസൺ തന്നിട്ടുണ്ട്. R a function f from x to y is called 1 to 1.
if and only if different elements of x have different images in y. നമുക്ക് അസർഷൻ എ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് എക്സ്. എഫ് എവിടെ നിന്ന് എവിടേക്കാണ്? നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പറിലാണ്. ഇത് ഈ ഫങ്ഷൻ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സാണ്. ഇത് എന്തായാലും 1 to 1 ആയിരിക്കും. കാരണം ഇതിൻ്റെ ഡൊമെയിനിലെ നാച്ചുറൽ നമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് മാത്രമാണ്. അപ്പോൾ നമ്മൾ 1 എടുത്തു കഴിഞ്ഞാൽ അത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് 1 തന്നെ വരിക. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് 2 തന്നെ വരിക. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് 3 തന്നെയാണ് വരിക. ഏത് ഒരു എലമെൻറ്റ് ഡൊമെയിനിൽ എടുത്താലും അതിന് ഇമേജ് 1 ആണ്. അതേപോലെ ഡൊമെയിനിലെ എലമെൻറ്റ്സ് മാറുമ്പോൾ ഇമേജുകളും മാറും. ഓക്കെ, അതുകൊണ്ട് അസർഷൻ എ കറക്റ്റാണ്. ഇനി റീസൺ നോക്കാം. റീസൺ എന്താണ്? 1 to 1 ഡെഫിനേഷനാണ് പറയുന്നത്. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈസ് കോൾഡ് 1 to 1 if and only if different elements of x have different images in y. അത് ട്രൂ ആണ്. അപ്പോൾ റീസൺ ട്രൂ ആണ്, കറക്റ്റുമാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു implies and implied by x1 equal to x2 ആണ്. Both A assertion and reason are true and R is the correct explanation for A. Fourth question. All the face cards are removed from a pack of 52 cards. Out of the remaining 40 cards, 4 cards are drawn at random. What is the probability that they belong to different suits? ഒരു പാക്ക് ഓഫ് കാർഡ്സിൽ ടോട്ടൽ കാർഡ്സ് 52 ആണ്. അതിൽ 4 സ്യൂട്ട്സാണ് ഉണ്ടാവുക. സ്പേഡ്, ക്ലബ്സ്, ഹാർട്ട്, ഡയമണ്ട്, ഓരോന്നും 13 വെച്ചിട്ട്. ഒരു സ്യൂട്ടിൽ ഫേസ് കാർഡ് 3 ജാക്ക്, ക്വീന്, കിങ്, അതാണ് ഫേസ് കാർഡ്സ്. ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഓൾ ദ ഫേസ് കാർഡ്സ് ആർ റിമൂവ്ഡ്. 4 സ്യൂട്ട് ഉണ്ട്. അപ്പോൾ 4 ജാക്ക്, 4 ക്വീൻ, അതേപോലെ 4 കിങ്, ഇത്രയും റിമൂവ് ചെയ്യും എന്ന് പറഞ്ഞ് 12 കാർഡ് റിമൂവ് ചെയ്യും. ബാക്കി 40 കാർഡ്സ് ആണ് ഉള്ളത്. ഇനി കാർഡ് ഒരു സ്യൂട്ടിൽ 13 കാർഡുള്ളത്, അതിൽ 3 ഫേസ് കാർഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. സോ നൗ നമുക്ക് പെർ സ്യൂട്ടിൽ 10 കാർഡ്സ് ഉണ്ടാവുക 40 കാർഡ്സിൽ. നമുക്ക് എന്ത് വേണം? സെലക്ട് ചെയ്യണം 4 കാർഡ്സ് 40 കാർഡ്സ്. അപ്പോൾ ടോട്ടൽ ഔട്ട്കം എന്താണ്? 40ൽ നിന്ന് 4 നമ്മൾ സെലക്ട് ചെയ്യണം. 40C4. ഇനി എന്ത് വേണം? നമ്മുടെ ഫേവറബിൾ ഔട്ട്കം കണ്ടുപിടിക്കണം. എന്താണ് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം? 4 സെലക്റ്റഡ് കാർഡ്സ്, അത് 4ഉം ഡിഫറെൻറ്റ് സ്യൂട്ട്സിലേക്ക് ഡിഫറെൻറ്റ് സ്യൂട്ടായിരിക്കണം. അതായത് 4 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 സ്പേഡ്, 1 ക്ലബ്ബ്, 1 ഡയമണ്ട്, 1 ഹാർട്ട്, അങ്ങനെയായിരിക്കണം. അപ്പോൾ നമുക്ക് 4 കാർഡ് സെലക്ട് ചെയ്യണം. അത് ഓരോന്നും ഓരോ സ്യൂട്ടിനും സെലക്ട് ചെയ്യണം. ഒരു സ്യൂട്ടിലിപ്പോൾ
10 കാർഡാണ് നമുക്ക് ഉള്ളത്. സോ നമുക്ക് 10 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം. അടുത്തത് 10 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം. അടുത്തതും 10 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം. അടുത്തതും 10 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം. അപ്പോൾ 10 × 10 × 10 × 10 10⁴ വരും. സോ പ്രോബബിലിറ്റി എന്ത് കിട്ടും? ഫേവറബിൾ ഔട്ട്കം നമുക്ക് 10⁴ ആണ്. അതായത് 10,000 / 40C4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.1094. Fifth question. A relation R is defined in the set L of all straight lines drawn in the xy plane given by R equal to set ordered pair L1 L2 such that L1 is parallel to L2. Is R transitive? Justify. നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ സ്ട്രേറ്റ് ലൈൻസ് ഡ്രോൺ ഇൻ XY പ്ലെയിനിൽ. അതിൽ L1 L2 ആറിലെ എലമെൻ്റ് ആണെങ്കിൽ L1 പാരലൽ ടു L2 ആയിരിക്കും. ഇനി R ട്രാൻസിറ്റീവ് ആണെന്നാണ് ചോദ്യം. ഇഫ് R ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ നമുക്ക് എന്ത് ഷോ ചെയ്യണം? L1 L2 അതേപോലെ L2 L3 രണ്ടും ആറിലുണ്ടെങ്കിൽ ദെൻ L1 L3 എലമെൻറ്റ് ഓഫ് R ആയിരിക്കും. ഫോർ ഓൾ ലൈൻസ് എലമെൻറ്റ് ഓഫ് L. സോ ലെറ്റ് L1 L2 എലമെൻറ്റ് ഓഫ് R. L1 L2 എലമെൻറ്റ് ഓഫ് R ഇംപ്ലൈസ് എന്താണ്? L1 L2ന് പാരലലാണ്. അതേപോലെ L2 L3 എലമെൻറ്റ് ഓഫ് R ഇംപ്ലൈ ചെയ്യുന്നത് L2 L3ക്ക് പാരലലാണ്. നോക്കുക, ഒരു ലൈൻ വേറൊരു ലൈനിന് പാരലൽ, ആ ലൈൻ വേറൊരു ലൈനിന് പാരലൽ. ജിയോമെട്രിക്കലി നമുക്ക് എന്ത് പറയാം? L1 L2ന് പാരലാണ്, L2 L3ക്ക് പാരലാണെങ്കിൽ L1 എന്തായിരിക്കും? L3ക്ക് പാരലായിരിക്കും. അതുകൊണ്ട് തന്നെ R ഈസ് ട്രാൻസിറ്റീവ്. L1 പാരലൽ ടു L3 എന്ന് പറഞ്ഞാൽ L1 L3 എലമെൻറ്റ് ഓഫ് R ആണ്. R ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ. 6th question. A bag contains 3 white, 2 blue and 6 red balls. A ball is drawn at random from the bag. Find the probability of getting non-white balls. Total balls ഉണ്ട് 3 + 2 + 6 11. അതിൽ വൈറ്റ് അല്ലാത്ത ബോളുകൾ 3 എണ്ണം മാറ്റി നിർത്തിയ ബാക്കി 8 എണ്ണം. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോൺ വൈറ്റ് ബോളാണ്. ടോട്ടൽ ഔട്ട്കം എന്താണ്? 11 ബോളിൽ നിന്ന് നമ്മൾ ഒരു ബോൾ എടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 11C1 ആണ്. 11. ഫേവറബിൾ ഔട്ട്കം എന്താണ്? ഗെറ്റിംഗ് നോൺ വൈറ്റ് ബോൾ. നോൺ വൈറ്റ് ബോൾ 8 എണ്ണമാണ്. 8 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കണം. 8C1. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി എന്താണ്? 8/11. 7th question. If Δ1 equal to 1 0 0 0 2 0 0 0 3, Δ2 that is equal to 0 2 0 1 0 0 0 0 6. Then write relation between Δ1 and Δ2. 2 ഡിറ്റർമിനൻസ് തന്നിട്ടുണ്ട്. അവ തമ്മിലുള്ള റിലേഷൻ എഴുതാനാണ് പറയുന്നത്. എളുപ്പമാണ്. Δ1 നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് കോളം വെച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു പിന്നെ ഡിറ്റർമിനൻറ്റ് 2 0 0 3 അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടും. അതേപോലെ Δ2 ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് -12 കിട്ടും. Δ2 ഈക്വൽ ടു -2 ഇൻറ്റു ഡെൽറ്റ. അതാണ് റിലേഷൻ കിട്ടുക. ഇനി 8th question. If
E and F are two events such that P of E union F P ആണ്, probability of E intersection F equal to P minus Q ആണ്. Then prove that P of E dash plus P of F dash that is equal to 2 minus 2P plus Q. P of E union F എന്താണ്? P of E plus P of F minus P of E intersection F. P of E union F തന്നിട്ടുണ്ട്, P ആണ്. P equal to P of E plus P of F minus P of E intersection F തന്നിട്ടുണ്ട്, P minus Q. Minus of P minus Q minus P plus Q. ഇതിൽ നിന്ന് നമുക്ക് P of E plus P of F കിട്ടി, 2P minus Q. P of E എന്താണ്? 1 minus P of E dash ആണ്. അതേപോലെ P of F 1 minus P of F dash ആണ്. That is equal to 2P minus Q. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 minus P of E, P of E, 2 minus P of E dash minus P of F dash equal to 2P minus Q, or P of E dash plus P of F dash, that is equal to 2 minus 2P plus Q. Okay. Next, 9th question. Find range of the function f of x equal to minus mod x plus 2. ഓക്കെ, റേഞ്ച് എന്ന് പറയുമ്പോൾ y വാല്യൂ ആണ്. ഇവിടെ മോഡ് എക്സ് പ്ലസ് ടു, മോഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ആണ്. അപ്പോൾ മൈനസ് മോഡ് എക്സ് പ്ലസ് ടു എന്താണ്? എപ്പോഴും ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ റേഞ്ച് എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ക്ലോസ്ഡ് 0 ഇൻ്റർവലാണ്. ക്വസ്റ്റ്യൻ 2, ക്വസ്റ്റ്യൻ 1 8 ഉണ്ടായിരുന്നു, ഓരോന്നും ഓരോ മാർക്കായിരുന്നു. ക്വസ്റ്റ്യൻ 2 മാർക്കാണ്. വിത്തൗട്ട് എക്സ്പാൻഡിങ് അറ്റ് എനി സ്റ്റേജ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ് 1/x plus 1/y, sorry 1/x 1/y 1/z, x square y square z square, yz zx xy. ഇവിടെ രണ്ട് പ്രോപ്പർട്ടീസ് ഡിറ്റർമിനൻ്റ് മനസ്സിലാക്കണം. ഇഫ് 2 rows or columns of a determinant are identical, രണ്ട് റോയും രണ്ട് കോളമും ഈ ഡിറ്റർമിനൻറ്റിൽ സെയിം ആണെങ്കിൽ വാല്യൂ ഓഫ് ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. അതേപോലെ ഇഫ് ഓൾ എലിമെൻറ്റ്സ് ഓഫ് എനി വൺ റോ ഓർ കോളം ആർ മൾട്ടിപ്ലൈഡ് ബൈ സെയിം കോൺസ്റ്റൻറ്റ്, ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദെൻ ഒറിജിനൽ ഡിറ്റർമിനൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് കോൺസ്റ്റൻറ്റ്. എക്സാമ്പിൾ, നമ്മൾ കെ എന്നുള്ളത് ഫസ്റ്റ് റോയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു കെ എന്നുള്ള കോൺസ്റ്റൻറ്റിനെ കൊണ്ട്. KA1 KB1 KC1 എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു ഹോൾ ഡിറ്റർമിനൻ്റ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ചോദ്യം എക്സ്പാൻഷൻ ഇല്ലാതെ നമുക്ക് ഈ ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഫസ്റ്റ് റോ ഫ്രാക്ഷനാണ്, അതിനെ മാറ്റണം. അതിനുവേണ്ടി ഫസ്റ്റ് കോളം നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, സെക്കൻഡ് കോളം വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതേപോലെ തേർഡ് കോളം സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സിനെ കൊണ്ടും വൈനെ കൊണ്ടും സെറ്റിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി പ്രകാരം ഈ ഡിറ്റർമിനൻറ്റിനെ നമ്മൾ എക്സ് വൈ സെറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. വാല്യൂവിൽ മാറ്റില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് വൈ സെറ്റിനെ കൊണ്ട് തന്നെ ഡിവൈഡും ചെയ്യാണ്. ഈ ഡിറ്റർമിനൻറ്റിൽ നമ്മൾ ഫസ്റ്റ് കോളം എക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, സെക്കൻഡ് കോളം വൈനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, തേർഡ് സെറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ റോ എന്നുള്ളത് നമുക്ക് എക്സും വൈയും സെറ്റും വെട്ടിപ്പോവും.
നമുക്ക് എന്താ കിട്ടുക? 1 1 1 കിട്ടും. രണ്ടാമത്തേത് ഫസ്റ്റ് കോളം അത് എക്സ് സ്ക്വയറാണ്, അതിന് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ആവും. സെക്കൻഡ് കോളം വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വൈ ക്യൂബ് ആവും. തേർഡ് സെറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെറ്റ് ക്യൂബ് ആവും. ലാസ്റ്റിൽ ഫസ്റ്റ് കോളത്തിൽ വൈ സെറ്റ് ഉണ്ട്, അവിടെ എക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് വൈ സെറ്റ്. അടുത്തതിൽ സെറ്റ് എക്സ് ആണ്, അതിനെ വൈനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എക്സ് വൈ സെറ്റ്. അടുത്തത് എക്സ് വൈ ആണ്, അതിൽ സെറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൈ സെറ്റ്. ഇതിൽ മൂന്നിലും എക്സ് വൈ സെറ്റ് കോമൺ ആണ്, അതിനെ പുറത്തേക്ക് എടുക്കാം. അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എക്സ് വൈ സെറ്റും ക്യാൻസലാവും. ബാക്കി വരുന്ന ഡിറ്റർമിനൻറ്റ് 1 1 1 എക്സ് ക്യൂബ് വൈ ക്യൂബ് സെറ്റ് ക്യൂബ്, പിന്നെയും 1 1 1. ഫസ്റ്റ് റോയും തേർഡ് റോയും സെയിം ആയി, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ 0 കിട്ടി. Question number 3. 2 coins tossed simultaneously. Consider the events defined as E, 3 heads or 3 tail, and F, at most 2 heads. Check whether the pair EF is independent or dependent. അതാണ് ചോദ്യം. When 3 coins tossed, നമുക്ക് ആദ്യം 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് എസ് നോക്കാം. അതിൽ 8 എണ്ണമാണ് വരിക. എൻ ഓഫ് എസ് 8 കിട്ടും. ഇ എന്നുള്ള ഇവൻറ്റ് ഒന്നെങ്കിൽ 3 ഹെഡ്സ് അല്ലെങ്കിൽ 3 ടെയിൽ, എച്ച് 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 അല്ലെങ്കിൽ ടി ടി ടി. എൻ ഓഫ് ഇ എന്നുള്ളത് 2 ആണ്. അടുത്തത് എഫ്. എഫ് എന്നുള്ളത് അറ്റ്മോസ്റ്റ് 2 ഹെഡാണ്, മാക്സിമം 2 ഹെഡ് വരെ വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ 3 ഹെഡ് എന്നുള്ളത് ഔട്ട്കം ഉണ്ടാവില്ല, ബാക്കിയെല്ലാം വരും. അപ്പോൾ എൻ ഓഫ് എഫ് എന്തായി? 7 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് പി ഓഫ് ഇ കിട്ടി. പി ഓഫ് ഇ എന്നുള്ളത് എൻ ഓഫ് ഇ ബൈ ടോട്ടൽ ഔട്ട്കമാണ്, 2/8 വരും. പി ഓഫ് എഫ് നമുക്ക് 7/8 കിട്ടും. ഓക്കെ, ഇനി ഈ ഇൻ്റർസെക്ഷൻ എഫ് നോക്കാം. ഇയിലും എഫിലും കോമൺ ആയിട്ടുള്ളത് ഒരേ ഒരു ഔട്ട്കമാണ് ടി ടി ടി. അപ്പോൾ എൻ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫും കിട്ടി 1. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്നുള്ളത് 1/8. ഇനി 2 ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. 2 ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആണ്. എന്നാൽ മാത്രമേ ഇയും എഫും ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്നുള്ളത് 7/32 ആണ്. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അത് 1/8 ആണ്. രണ്ടും ഈക്വൽ അല്ല, അതുകൊണ്ട് തന്നെ ഇയും എഫും ഡിപ്പെൻഡൻ്റ് ആണ്. Question 4. An integer is chosen random from the numbers ranging from 1 to 60. What is the probability that integer chosen is a multiple of 2 or 5 or 10? 1 മുതൽ 60 വരെയുള്ള ഇൻറ്റീജേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് ഒരു ഇൻറ്റീജറെ തിരഞ്ഞെടുക്കുകയാണ് റാൻഡമായിട്ട്. അപ്പോൾ ടോട്ടൽ ഔട്ട്കം എൻ ഓഫ് എസ് എന്നുള്ളത് 60 ആണ്. 60 ഇൻറ്റീജേഴ്സ് ആണുള്ളത്. ഇതിൽ നിന്നും നമുക്ക് കിട്ടേണ്ടത് എന്താണ്? വി നീഡ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻറ്റീജേഴ്സ് ദാറ്റ് ആർ മൾട്ടിപ്പിൾ ഓഫ് 2 or 5. 2ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾ, 10ൻ്റെയും മൾട്ടിപ്പിളാണ് വേണ്ടത്. 2ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾ എടുത്താൽ അത് ഓൾറെഡി 10ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. 10ൻ്റെ മൾട്ടിപ്പിൾ അതിൽ പെടും. ഓക്കെ, വേറെ 10ൻ്റെ മൾട്ടിപ്പിൾ സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. എ സെറ്റ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 2, ബി എന്നുള്ളത് സെറ്റ് ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. എൻ ഓഫ് എ എന്ന് കിട്ടി.
60/2 30. എ എന്നുള്ളത് 2ൻ്റെ മൾട്ടിപ്പിളാണ്. എത്ര മൾട്ടിപ്പിൾ ഉണ്ടാവുക? 1 മുതൽ 60 വരെയുള്ളതിൽ 30 മൾട്ടിപ്പിൾ ഉണ്ടാവും. എൻ ഓഫ് ബി എന്നുള്ളതോ 60/5, 5ൻ്റെ മൾട്ടിപ്പിൾ 12 മൾട്ടിപ്പിൾ ഉണ്ടാകും. ഓക്കെ, ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ്, അതായത് 2ൻ്റെ മൾട്ടിപ്പിൾ വന്നു, 5ൻ്റെ മൾട്ടിപ്പിൾ വന്നു. ഇതിൽ മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 2 and 5, 10ൻ്റെ മൾട്ടിപ്പിൾ, അതായത് 2ൻ്റെയും 5ൻ്റെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ, അതായത് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? 60/10 ആയിരിക്കും. LCM എടുത്താൽ മതി. അപ്പോൾ 6 എണ്ണം ആണ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടുക. ഇനി ചോദ്യം എന്താണ്? പ്രോബബിലിറ്റി കിട്ടണം ടു ഗെറ്റ് മൾട്ടിപ്പിൾ ഓഫ് 2 or 5 or 10. 10 എന്ന് പറഞ്ഞാലും ഇതിൽ പെടുന്ന കാരണം നമ്മൾ 2 or 5 എടുത്താലും മതി. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി ആണ്. എൻ ഓഫ് എ ഓർ എൻ ഓഫ് ബി അല്ലേ? എൻ ഓഫ് എ യൂണിയൻ ബി ആണ് കിട്ടേണ്ടത്. അതെന്താണ്? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അത് 30 + 12 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 36. അപ്പോൾ പ്രോബബിലിറ്റി എന്ത് കിട്ടി? 36/60, 3/5 കിട്ടി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. ഫൈൻഡ് എ ആൻഡ് ബി ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 7, എക്സ് ലെസ് ദാൻ 2 ആണെങ്കിൽ, ലെസ് ദാൻ ഈക്വൽ ടു ആണെങ്കിൽ 7, AX + B, 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10, 11, എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10. ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് ഈക്വൽ ടു 10. എയും ബിയും കണ്ടുപിടിക്കണം. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എക്സിൽ 2ൽ, അതേപോലെ എക്സ് ഈക്വൽ ടു 2 ആണെങ്കിലും എക്സ് ഈക്വൽ ടു 10 ആണെങ്കിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ്, അതേപോലെ ഈക്വൽ ടു വാല്യൂ, ഇത് മൂന്നും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 2. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് 2 പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2 ആയിരിക്കും. എക്സ് ടെൻസ് 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് എന്താ? ലെഫ്റ്റ് സൈഡിലെ ലിമിറ്റ് എക്സിന് 2-നേക്കാളും ലെസ് ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 7 ആണ് തന്നിരിക്കുന്നത്. ഫംഗ്ഷൻ 2-നേക്കാളും മീതെ ആകുമ്പോൾ റൈറ്റ് സൈഡിൽ 2+, അത് AX + B ആണ് ഫംഗ്ഷൻ. അത് അറ്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എക്സിന് 2 കൊടുക്കുക. 2A + B, 7 ഈക്വൽ ടു 2A + B നമുക്ക് കിട്ടി ഫസ്റ്റ് ഇക്വേഷൻ 1. അതേപോലെ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 10. 10ൽ താഴെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് 10 പ്ലസ് എഫ് ഓഫ് എക്സ്. 10ൽ താഴെ ആകുമ്പോൾ നമുക്കുള്ള ഫംഗ്ഷൻ AX + B ആണ്. അത് എക്സിന് 10 കൊടുക്കുമ്പോൾ 10A + B ഈക്വൽ ടു 10ന് മീതെ ആകുമ്പോഴോ അവിടെ 11 ആണ്. ഈ രണ്ട് ഇക്വേഷൻ, അതിൽ നിന്ന് നമുക്ക് A കിട്ടും 1/2, B ഈക്വൽ ടു 6 കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 6. A basket contains 20 apples and 10 mangoes, out of which 5 apples and 3 mangoes are bad. If a person takes out 2 fruits at random with replacement, what is the probability that either both are apples or both are good? ഇതിൽ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്സ് എന്നാണ്. If a person takes out 2 fruits at random without replacement, what is the probability that either both are apples or both are good? Okay. Total fruits എന്താണ്? 20 ആപ്പിൾ പ്ലസ് 10 മാംഗോ. ടോട്ടൽ ഫ്രൂട്ട്സ് 30 ആണ്.
അതിൽ ബാഡ് ഫ്രൂട്ട്സ് ഉണ്ട് 5 ആപ്പിളും 3 മാംഗോയും. അപ്പോൾ ബാഡ് ഫ്രൂട്ട് 8, ബാക്കിയുള്ളതോ ഗുഡ് ഫ്രൂട്ട്സ് 15 ആപ്പിളും 7 മാംഗോയും 22 ആണ്. ഇനി ഇവൻ്റ് എ എന്നുള്ളത് എന്താണ്? ബോത്ത് ഫ്രൂട്ട്സ് സെലക്റ്റഡ് ആർ ആപ്പിൾസ്. 2 എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. എത്ര എണ്ണത്തിൽ നിന്ന് ആകെ എടുക്കുന്നത്? ടോട്ടൽ ഔട്ട്കം എന്നുള്ളത് 30C2 ആണ്. 30 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം എടുക്കണം. ഇനി ഫസ്റ്റ് ഇവൻ്റ് എന്താണ്? ബോത്ത് ഫ്രൂട്ട്സ് സെലക്റ്റഡ് ആർ ആപ്പിൾസ്. ബോത്ത് ഫ്രൂട്ട്സ് സെലക്റ്റഡ് 2 എണ്ണം എടുക്കുന്നതും ആപ്പിൾസ് ആണെന്നാണ്. അപ്പോൾ ആ 2 എണ്ണം നമ്മൾ എവിടെ നിന്ന് എടുക്കണം? ആപ്പിൾസ് നിന്ന് എടുക്കണം. ആപ്പിൾ 20 എണ്ണമാണ്. അപ്പോൾ പി ഓഫ് എ എന്നുള്ളത് നമുക്ക് കിട്ടി 20C2/30C2. ഓക്കെ. ഇനി പി ഓഫ് ബി, ഇവൻ്റ് ബി എന്നുള്ളത് എന്താ? ബോത്ത് ഫ്രൂട്ട്സ് സെലക്റ്റഡ് ആർ ഗുഡ്. ഗുഡായിട്ടുള്ള ഫ്രൂട്ട്സ് അത് 22 എണ്ണം ആണുള്ളത്. അതിൽ നിന്ന് 2 എണ്ണം എടുക്കണം. 22C2/30C2. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കൂടി കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? എ എന്നുള്ളത് 2 എടുക്കുന്നത് ആപ്പിളാണ്. ബി എന്നുള്ളത് 2 ഫ്രൂട്ട്സ് എടുക്കുന്നത് ഗുഡാണ്. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 2ഉം ഗുഡ് ആപ്പിൾസ് എടുക്കും. ഗുഡ് ആപ്പിൾസ് എത്ര എണ്ണമാണ്? 15 ആപ്പിളാണ്. അതിൽ നിന്ന് 2 എണ്ണം എടുക്കാം. 15C2. ഓക്കെ. ദെയർഫോർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബോത്ത് ആർ ആപ്പിൾസ് അല്ലെങ്കിൽ ബോത്ത് ആർ ഗുഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എ യൂണിയൻ ബി. നമുക്ക് കിട്ടിക്കഴിഞ്ഞ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 0.489 കിട്ടും. ഓക്കെ, ഇത് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. ഇനി വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ വിത്ത് റീപ്ലേസ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ കോമ്പിനേഷൻ വരില്ല. നേരെ 20/30 എന്നുള്ള കണക്കിൽ വരുള്ളൂ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7. Ramu purchased 5 pen, 3 bags and 1 instrument box and paid ₹16 from the same shop. Venkat purchased 2 pen, 1 bag and 3 box and paid ₹90. Gobi purchased 1 pen, 2 bags and 4 boxes and paid ₹25. Using the concept of matrices and determinants, answer the following. If XYZ denotes the cost of pen, bag, box, which is true, ഇതിനെ ഇക്വേഷൻ ആക്കി മാറ്റിയാൽ മതി. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതാണ് ട്രൂ എന്നറിയണം. 5x + 3y + z = 16, 2x + y + 3z = 19, x + 2y + 4z = 25. ഡി ഓൾ ഓഫ് ദീസ് ആണ്. ഇതിൽ എല്ലാ ഇക്വേഷനും കറക്റ്റാണ്. രാമു പർച്ചേസ് ചെയ്തത് 5 പെൻ, 3 ബാഗ്, അതേപോലെ 1 ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, അതാണ് 16. ഓക്കെ. അതേപോലെ വെങ്കട്ട് 2 പെൻ, 1 ബാഗ്, 3 ഇൻസ്ട്രുമെൻ്റ് ബോക്സ്. ഓക്കെ, 19, അതും കറക്റ്റാണ്. അടുത്തത് ഗോപി 1 പെൻ, 2 ബാഗ്, 4 ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, 25 കിട്ടിയിട്ടുണ്ട്. അതും കറക്റ്റാണ്. ഇതിൽ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. ഇഫ് എ ഈക്വൽ ടു 531, 213, 124, ഫൈൻഡ് ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ കാൽക്കുലേഷനാണ്.
Okay. Third, if A equal to 531, 213, 124 and adjoint A തന്നിട്ടുണ്ട്. Adjoint A equal to minus 2x8, minus 5, 19, minus 13, 3 minus 7, minus 1. Find the missing value of x. Adjoint A എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസാണ്. എന്തിൻ്റെ? കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസാണ് അഡ്ജോയിൻ്റ് എ. ഇവിടെ എക്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കോളം 2 റോ 1 ഓഫ് അഡ്ജോയിൻ്റ് എയിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എവിടെയായിരിക്കും കോഫാക്ടർ മെട്രിക്സിൽ ഉണ്ടാവുക? അത് റോ 2 കോളം 1-ലായിരിക്കും. അങ്ങനെയാണ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ അത് നേരെ ഇപ്പോൾ ഇരിക്കുന്ന എക്സ് ഇരിക്കുന്ന പൊസിഷനിലേക്ക് വന്നത്. ഓക്കെ, ടു ഗെറ്റ് നമുക്ക് കിട്ടണം കോഫാക്ടർ ഓഫ് റോ 2 അതേപോലെ കോളം 1. കോഫാക്ടർ കിട്ടാനുള്ള ഫോർമുല വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ -10 കിട്ടും. ക്വസ്റ്റ്യൻ 8. Corner points of feasible region determined by system of linear constraints are 0, 3, അതുപോലെ 1, 1 and 3, 0. Z equal to px plus qy ആണ്. Find the condition on p and q so that minimum of z occurs at 3, 0 and 1, 1. Minimum of z ഒക്കർ ചെയ്യുന്നത് 3, 0-ലും 1, 1-ലാണ്. അങ്ങനെയാണെങ്കിൽ പി ആൻഡ് ക്യൂവിൻ്റെ കണ്ടീഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സെഡ് ഈക്വൽ ടു തന്നിട്ടുണ്ട് പി എക്സ് പ്ലസ് ക്യൂ വൈ ആണ്. അപ്പോൾ സെഡ് 3, 0 എന്താണ്? 3p പ്ലസ് ക്യൂ ഇൻറ്റു 0 വരും എന്ന് പറഞ്ഞാൽ 3p വരും. സെഡ് 1, 1 അത് എന്ത് കിട്ടും? എക്സിനും വൈക്കും 1, 1 കൊടുത്ത് പി പ്ലസ് ക്യൂ കിട്ടും. ഇനി ഈ രണ്ട് പോയിന്റിലും മിനിമം ഒക്കർ ചെയ്യണം. അതുകൊണ്ട് എന്താണ്? ഇവരുടെ വാല്യൂസ് ഈക്വൽ ആയിരിക്കും. 3p ഈക്വൽ ടു പി പ്ലസ് ക്യൂ ആയിരിക്കും എന്ന് പറഞ്ഞാൽ 2p ഈക്വൽ ടു ക്യൂ ആയിരിക്കും. അതാണ് റിക്വയർഡ് കണ്ടീഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9, 5 മാർക്സിൻ്റെ. എ ഷോപ്പ് കീപ്പർ സെൽസ് 3 ടൈപ്പ് ഓഫ് ഫ്ലവർ സീഡ്സ് A1, A2, A3. They are sold at mixture where proportions are 4:4:2 respectively. The germination rates of 3 types of seeds are 45%, 60%, 35%. Calculate probability of a randomly chosen seed to germinate. Okay, നമുക്ക് ആദ്യം സീഡ്സ് സെൽ ചെയ്തേക്കുന്ന മിക്സ്ചർ എങ്ങനെയാണ്? 4:4:2 ആണ്. ടോട്ടൽ പാർട്സ് എത്രയാണ്? 10 ആണ്. അപ്പോൾ A1, A2, A3 3 ടൈപ്പ് ഓഫ് ഫ്ലവർ സീഡ്സ് ആണ്. അപ്പോൾ പി ഓഫ് A1 എന്ത് കിട്ടും? 10 പാർട്ടിൽ 4 പാർട്ടാണ്. അപ്പോൾ പി ഓഫ് A1 എന്നുള്ളത് 4/10. പി ഓഫ് A2 നമുക്ക് കിട്ടി 4/10. അതേപോലെ പി ഓഫ് A3 2/10. ഗിവൺ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ജെർമിനേഷൻ തന്നിട്ടുണ്ട്. പി ഓഫ് G/A1 45% എന്ന് പറഞ്ഞാൽ 0.45. പി ഓഫ് G/A2 0.6. പി ഓഫ് G/A3 0.35. ഇനി പ്രോബബിലിറ്റി ഓഫ് എ റാൻഡംലി ചൂസൺ സീഡ് ടു ജെർമിനേറ്റ് ഫോർമുല എന്താണ്? പി ഓഫ് A1 ഇൻറ്റു പി ഓഫ് G/A1 പ്ലസ് പി ഓഫ് A2 ഇൻറ്റു പി ഓഫ് G/A2 പ്ലസ് പി ഓഫ് A3 ഇൻറ്റു പി ഓഫ് G/A3. പി ഓഫ് A1, A2, A3 നമുക്കറിയാം. പി ഓഫ് G/A1 അതേപോലെ പി ഓഫ് G/A2 പി ഓഫ് G/A3 തന്നിട്ടുണ്ട്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 49%. സിമ്പിൾ പേപ്പറാണ്, വലിയ കുഴപ്പമില്ല. ഡയറക്റ്റായിട്ട് ചോദ്യങ്ങളാണ്.